ബെയിലി പാലം ഏകദേശം പൂർണ്ണമാകാറായി കഴിഞ്ഞിരിക്കുന്നു. 24 ടൺ ഭാരശേഷിയുണ്ട് സൈന്യം നിർമ്മിച്ചിരിക്കുന്ന ഈ ബെയിലി പാലത്തിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അത് വരുന്നതോടുകൂടി കൂടുതൽ എളുപ്പത്തിൽ ഈ മേലെ മുണ്ടക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അനൂപ്, പാലം നിർമ്മാണം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകും. അതോടെ വളരെ എളുപ്പം നമുക്ക് മറുഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയും. 24 ടൺ ഭാരം കയറ്റാൻ ശേഷിയുള്ളതാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ താൽക്കാലിക പാലം. മറ്റൊന്ന്, ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു. ചാലിയാറിലടക്കം നമ്മൾ അന്ന് കണ്ടതാണ്, ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്നൊരു കണ്ണീർ പുഴയായി ആ നദി മാറിയത്. ഇപ്പോൾ ആ പ്രദേശത്തിലേക്കടക്കം കൂടുതൽ തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ വെള്ളരിക്കുണ്ട് പോലുള്ള ഭാഗങ്ങൾ, മേലെമുണ്ടക്കയിലെ ഭാഗങ്ങളൊക്കെ ഒരിടവും വിട്ടുകളയാതെ സംശയമുള്ള എല്ലാ ഇടങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണോ ഈ ഘട്ടത്തിൽ? കേൾക്കാമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനം അതിന്റെ 3-ാം ദിവസത്തിൽ പൂർണ്ണ സജ്ജവും സംവിധാനങ്ങളും കൂടി ഇവിടെ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിന്റെ 3-ാം ദിവസത്തിൽ പൂർണ്ണ സജ്ജവും സംവിധാനങ്ങളും കൂടി ഇവിടെ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഇപ്പോൾ അതിൻ്റെ പകുതിയിലധികം നിർമ്മാണം പൂർത്തിയായി. ഇതിൻ്റെ മധ്യഭാഗത്തൊരു തൂൺ സ്ഥാപിച്ചാണ് പ്രധാനമായും ഇതിനെ ഈ പുഴയ്ക്ക് മുകളിലായി നിർത്തുന്നത്. ഒരു തൂണാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഈ അധികമായി വെള്ളം കയറാത്ത സ്ഥലത്താണ്. വലിയ ഭാരം താങ്ങാവുന്ന വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണം. ഏതായാലും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ഓരോ ഭാഗങ്ങളായി അതിനെ ഘടിപ്പിച്ച് നിരക്കി നീക്കി JCBകളുടെ സഹായത്തോടു കൂടി അതിനെ അപ്രവശത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് വലിച്ച് നീക്കുന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുവരെ ഒരു താൽക്കാലിക സംവിധാനം എന്ന രീതിയിൽ മറ്റൊരു പാലം കൂടി ആ ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ട് സൈന്യം. അതിലൂടെ ഈ നടന്നു പോകാൻ വിധത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഒരു ചെറിയൊരു പാലം മാത്രമായിരുന്നു. ആ പാലത്തിലൂടെ നടന്നു പോകാൻ ദുഷ്കരമായിരുന്നു. ആർമി ഉദ്യോഗസ്ഥർ വടം ഉപയോഗിച്ച് അതിനെ താങ്ങി നിർത്തിയാണ് അതിനെ ഈ വിധത്തിൽ ക്രമീകരിക്കുകയും അതിലെ ആളുകളെ കടത്തിവിടുകയും എല്ലാം ചെയ്തത്. അത് ആദ്യ ദിവസം തന്നെ സൈനിക വിഭാഗങ്ങൾ ആദ്യ ദിവസം തന്നെ അത് പൂർത്തിയാക്കി. അത്തരത്തിലുള്ള ഒരു പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കി. ഏതായാലും അത് ഇന്നലെ വൈകിട്ടോടുകൂടി ശക്തമായിട്ടുള്ളൊരു മലവെള്ളപ്പാച്ചിലിൽ അതൊരു ദുർബലമായ പാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മലവെള്ളത്തിൽ അത് മുങ്ങിപ്പോവുകയും അതിന് ചില പ്രധാന ഭാഗങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്യലാമുണ്ടായി. ഏതായാലും അതിനുശേഷമാണ് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ത്വരിതഗതിയിലേക്ക് സൈന്യം മാറ്റിയത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇന്നലെ രാത്രി തന്നെ അതിൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സൈനികർക്കായി. ഇപ്പോൾ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സൈന്യം നടത്തുന്നത്. ഈ പ്രധാനമായും പൂർത്തീകരിക്കാനുള്ളത് അല്പസ്ഥലത്തേക്ക് കൂടി അതൊന്ന് നിരക്കി നീക്കേണ്ടതുണ്ട് ഈ പാലം. അതോടൊപ്പം അതിൻ്റെ മധ്യഭാഗത്തുള്ള ഇരുമ്പ് പാളികൾ കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗം പൂർത്തീകരിക്കുന്ന നിർമ്മാണം നടത്തുന്ന ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. ഏതായാലും ആ വിധത്തിൽ ഓക്കെ അതാണ് മനു. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്കറിയാം ഒരു സംവിധാനം താൽക്കാലികമായി ആ പാലത്തിന് സമാന്തരമായി ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥർ തയ്യാറാക്കുകയാണ്. ഈ പാലത്ത് നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ കൂടി അപ്പുറത്തേക്ക് എത്തിക്കാൻ അത് ഉപകാരപ്പെടുന്നു. ഏതായാലും ഇതുവഴി ഇന്ന് മുണ്ടക്കയിൽ നിന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം കുടുങ്ങിക്കിടക്കുന്നവരെയോ മറ്റോ എത്തിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും മറ്റും പൂർണ്ണമായ തോതിൽ തന്നെ ഇന്നലെ രാത്രി വൈകിയും മറ്റുമായി ഇവിടേക്ക് എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്കപ്പോൾ കാണാതായവരെ കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. ഈ വീടിനടിയിൽ പെട്ടുപോയ ആളുകളെ സംബന്ധിച്ചാണ് തിരച്ചിൽ നടത്തേണ്ടത്. ഈ മൂടിപ്പോയ വീടുകൾക്ക് സമീപത്തും പരിസരത്തും അതിനോട് ചേർന്നുമെല്ലാമാണ് പരിശോധനകൾ വിവിധ സേനാ വിഭാഗങ്ങൾ നടത്തുന്നത്. അത് പ്രധാനമായും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, കാണാതായ ആളുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്ത് അവർ അകപ്പെട്ട് കിടക്കുന്നുണ്ടാകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുണ്ടക്കയിലെല്ലാം നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവിടേക്ക് JCB ഇന്ന് ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് അത് മുറിച്ച് ആളുകൾ അതിനുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള മാർഗ്ഗമേ ആദ്യഘട്ടത്തിൽ
അവിടെ സാധ്യമായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് JCB എല്ലാം അവിടെ എത്തി പെട്ടെന്ന് തന്നെ JCB ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ അവിടെ മറുവശത്തേക്ക് എത്തിക്കുന്നതിന് നമുക്ക് സാധിച്ചു. അത് ഈ പുഴയിൽ ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിലൂടെയാണ് ഈ യന്ത്രഭാഗങ്ങൾ അവിടേക്ക് എത്തിച്ചത്. പിന്നീട് അത് മുണ്ടക്കയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഏതായാലും ആ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ കൂടുതൽ യന്ത്രസാമഗ്രികൾ മുണ്ടക്കയിലേക്ക് എത്തുകയും അവിടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ മണ്ണുമാറ്റിയുള്ള രക്ഷാപ്രവർത്തനം ആ രീതിയിൽ പെട്ടെന്ന് തന്നെ ത്വരിതഗതിയിൽ നടത്താനും നമുക്ക് സാധിച്ചു. ഇനി ബെയിലി പാലം കൂടി നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഭാരമേറിയ വാഹനങ്ങൾ കൂടി, ചെറിയ ഹിറ്റാച്ചുകൾ പോലുള്ള വാഹനങ്ങൾ കൂടി മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം അത്രയും ഭാരം താങ്ങാവുന്ന വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ശേഷി. ഇപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ JCBകൾ, ഹിറ്റാച്ചികൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു JCB എത്തിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു രാത്രി വൈകിയും കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടല്ലേ? ആ JCBകൾ നമുക്കിപ്പോൾ കാണാവുന്ന ആ JCBകളെല്ലാം ഈ പുഴയ്ക്ക് മറുവശത്താണ്. ആ മറുവശത്തേക്ക് ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് ഈ പുഴ മുറിച്ച് കടന്ന് അവിടേക്ക് എത്താൻ സാധ്യമായിരുന്നില്ല. എന്നാൽ വലിയ ശ്രമമെടുത്ത് വലിയ കുത്തൊഴുക്കുണ്ടായിരുന്ന സമയത്ത് JCBകൾ അതിലൂടെ കടന്നു പോയാണ് അപ്പുറത്തേക്ക് എത്തിയത്. ആ JCBകളിൽ പലതും ഇപ്പോൾ അതിനും മുകളിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ JCBകൾ ഒരുപക്ഷെ ഇപ്പോൾ ആ JCBകളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ വീടുകളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശങ്ങളായിരിക്കാം, പുഴയോട് ചേർന്ന് മനോഹരമായ കാഴ്ചകളിൽ നിന്നിരുന്ന പ്രദേശങ്ങളായിരിക്കാം. ഇപ്പോൾ ആ JCB ഒക്കെ തെരച്ചിൽ നടക്കുന്ന പ്രദേശങ്ങളല്ലേ? നോക്കൂ, അതൊരു നരകതുല്യമായ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ഒരു നാട് തകർന്നു കിടക്കുന്നതാണ്. നമുക്ക് ആ JCBകൾ നിൽക്കുന്ന സ്ഥലം പറയൂ മനു. ആ JCBകൾ നിൽക്കുന്ന ആ JCBകൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചല്ലോ. ആ ദൃശ്യം, അവിടെ ഒരു മരം കാണാം. ആ മരത്തിന് തൊട്ട് സമീപത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം നമുക്ക് ഒരു വിശാലമായ ഒരു മൈതാനത്തിൽ നടുക്കൊരു നിൽക്കുന്നൊരു ക്ഷേത്രമായിരുന്നു. അതിന് തൊട്ട് സമീപത്ത് ചെറിയ വീടുകളെല്ലാം ഉണ്ടായിരുന്നു. വീടുകളും എസ്റ്റേറ്റ് പാടികളും ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മളെ കാണുന്നത്. അതിൻ്റെ തറ മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. ആ ക്ഷേത്രം അപ്പാടെ ഈ പുഴ കവർന്നെടുത്തു. അത് താഴേക്ക് ഒലിച്ചു പോയി. ഇപ്പോൾ ഒരു ശേഷിപ്പ് പോലും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നോ അവിടെ വൃക്ഷങ്ങളുണ്ടായിരുന്നെന്നോ അവിടെ ഒരു വീടുകളുണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പാടെ മുഴുവൻ തകർത്ത് കളഞ്ഞാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പുഴ കരകവിഞ്ഞ് അവിടേക്ക് എത്തി അതിനെ ദിശമാറി ഒഴുക്കി ആ മലവെള്ളപ്പാച്ചിലിൽ, മഹാവെള്ളപ്പാച്ചിൽ അതെല്ലാം ഒലിച്ചു പോയത്. ആ വീടുകളെല്ലാം നമ്മൾ വിദൂര ദൃശ്യങ്ങളിൽ കാണാം. ഇതിപ്പോൾ ചൂരൽമലയിലാണുള്ളത്. ചൂരൽമലയിൽ പ്രധാന ദുരന്തം നടന്നിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ പാലം നിർമ്മിക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണിത്. ഈ പാലത്തിൻ്റെ ശേഷിപ്പുകൾ പോലും ഇപ്പോൾ ഇവിടെയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ പാലവും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം വളരെ മനോഹരമായ വലിയ മനോഹാരിതയുള്ളൊരു പ്രദേശമായിരുന്നു. ചെറിയ വീടുകളും ചെറിയ മൈതാനവും കളിസ്ഥലവും എല്ലാമായി നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. അതെല്ലാം തുടച്ചു മാറ്റിപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ശേഷിപ്പ് പോലുമില്ല. അതിന് പകരം വലിയ പാറക്കല്ലുകൾ, പാറക്കൂട്ടങ്ങൾ മണ്ണടിഞ്ഞ് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ മണ്ണടിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങൾ കൂടിയാണ് കേട്ടോ. അതായത് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആദ്യം ഇതേപോലെ വീടുകളുടെയൊക്കെ മുകളിലായിരിക്കാം ആ മണ്ണുകൾ ഇങ്ങനെ വന്ന് വീട് കിടക്കുന്നത്. അനൂപ് പറഞ്ഞതുപോലെ വീടും ക്ഷേത്രവും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിൻ്റെയൊക്കെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് ഈ മണ്ണ് വന്ന് വീണ്. അതിൻ്റെ മുകളിലായിരിക്കാം ചിലപ്പോൾ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് അടക്കം. നോക്കൂ അനൂപ്, അതിൻ്റെ ഒരു ഭീകരത എത്രമാത്രമാണ്. രണ്ട് ഗ്രാമങ്ങളാണ് അതിൻ്റെ ഓർമ്മകൾ മാത്രമായി ശേഷിച്ചത്. 2 ഗ്രാമങ്ങൾ പൂർണ്ണമായും അത് തകർന്ന് നാമാവശേഷമായി പോയി. അതിലുള്ള എല്ലാ ഗ്രാമത്തിൻ്റെതായ എല്ലാ സംവിധാനങ്ങളും, അക്ഷയ സെൻറ്ററുകൾ ഉൾപ്പെടെ, ലോട്ടറി വിൽപ്പനക്കാരുടെ കടകൾ ഉൾപ്പെടെ, ചെറിയ ചായക്കടകൾ ഉൾപ്പെടെ, ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ആ ഗ്രാമത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും ഇവിടെ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പകരം വലിയ കൂറ്റൻ പാറകൾ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ശേഷിക്കുന്നത്. ഇവിടെ ഒരു പാലമുണ്ടായിരുന്നു. അതിലൂടെ ഒരു തെളിഞ്ഞ മലമുകളിൽ നിന്ന് ഒഴുകുന്ന ഒരു തെളിനീരൊഴുകുന്ന ഒരു പുഴയുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാനാവാത്ത വിധത്തിലാണ് ഈ കാഴ്ചകൾ. നമുക്ക് ആ കാണുന്ന പാറക്കൂട്ടങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നതല്ല. അത് മലമുകളിൽ നിന്ന് താഴേക്ക് എത്തിയതാണ്.
അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളുടെ അത് കണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭീകരമായ അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു എത്രത്തോളം ഭയങ്കരമാണ് അതിൻ്റെ വലിപ്പം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ദൃശ്യങ്ങളുടെ പരിമിതി അതാണ് പലപ്പോഴും. ഏതായാലും നമുക്ക് കാണാൻ കഴിയുന്നത് കൂറ്റൻ പാറകളാണ്. ആ പാറകളെല്ലാം മലമുകളിൽ നിന്നാണ് എത്തിയത്. മുണ്ടക്കയിൽ നിന്നും പോലുമല്ല, ഏതാണ്ട് 6 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മലമുകളിൽ നിന്നാണ് അത് ഒഴുകി താഴേക്ക് എത്തിയത്. അതാണ് ആ പാറക്കൂട്ടങ്ങളാണ്. ആ പാറക്കൂട്ടങ്ങൾ വന്ന് പതിച്ചാണ് ഈ പാലം അപ്പാടെ തകർന്നു പോയതും ഈ വീടുകൾ തകർന്നു പോയതും ക്ഷേത്രവും മൈതാനവും എല്ലാം തകർന്നു പോയത്. ഇപ്പോൾ ഈ ഒഴുകുന്ന സ്ഥാനത്തു കൂടി ആയിരുന്നില്ല ഈ പുഴ ഒഴുകുന്നതും. ഇപ്പോൾ അത് ദിശ മാറിയാണ് ഒഴുകുന്നത്. അപ്പുറവശത്തു കൂടിയാണ് പുഴ ഒഴുകുന്നത്. അതെല്ലാം മണ്ണിട്ട് ആ മണ്ണ് നികന്നുപോയി. ദിശ മാറി ഒഴുകുന്ന ഈ വഴിയാണ് ഇപ്പോൾ ഒരു പുതിയ പുഴയായി രൂപപ്പെട്ടത്. അതുതന്നെ ദിശ മാറിയാണ് ഒഴുകുന്നത്. പലപ്പോഴും മന്ത്രിമാർ ഇപ്പോൾ ഇവിടെ സന്ദർശിക്കുകയാണ്. ഈ പ്രത്യേക സ്ഥലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഈ ദുരന്ത സ്ഥലത്ത് എത്തി. അദ്ദേഹം ഈ പാലത്തിൻ്റെ നിർമ്മാണവും മറ്റും പരിശോധിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുകയാണ്. മന്ത്രിമാരുടെ സംഘം കഴിഞ്ഞ ദിവസം തന്നെ ദുരന്തം നടന്ന അന്ന് പുലർച്ചെ തന്നെ ഇവിടെ എത്തിയതാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘത്തിൻ്റെ നിർദ്ദേശ ഏകോപന അടിസ്ഥാനത്തിലാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് വിവിധ വകുപ്പുകൾ യോജിപ്പിച്ചുള്ളൊരു പ്രവർത്തനമാണ് പ്രധാനമായും ഇനി ഈ രക്ഷാപ്രവർത്തനത്തിൽ അതിനുശേഷം അതിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടല്ല നടക്കുന്നത്. അതിൽ പ്രധാനം നമുക്ക് ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. KSEBയുടേതെല്ലാം നമ്മൾ പല രീതിയിൽ അഭിനന്ദിക്കപ്പെട്ടത് കണ്ടതാണ്. വൈദ്യുതി ബന്ധം ഈ ദുരന്ത മേഖലയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചത്, അതോടൊപ്പം ആരോഗ്യവകുപ്പ്, ആശുപത്രി സംവിധാനങ്ങൾ, ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഈ പ്രാദേശികമായി സജ്ജീകരിച്ചത്. ഇപ്പോഴും ഈ ഒരു വലിയ സംവിധാനം ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയിരിക്കുകയാണ്. ഏത് വിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തക്ക വിധം ആ മേഖലയിൽ സുസജ്ജമായ ആശുപത്രി സംവിധാനം, ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ ഉൾപ്പെടെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് ആളുകൾ എത്തിക്കേണ്ടി വന്നാൽ, ഇവിടങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് എത്തിക്കേണ്ടി വന്നാൽ അവിടെയും ആ വിധത്തിൽ അത് ഏതാണ്ട് 20 കിലോമീറ്ററോളം അകലെയാണ്. അതുവരെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിരനിരയായി സജ്ജീകരിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പ് സജ്ജീകരിച്ച് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ചൂരൽമലയിലും ഈ തൊട്ട് താഴെ മേപ്പാടിയിലുമെല്ലാം ഈ ചൂരൽമല എന്ന് പറയുന്ന ദുരന്ത സ്ഥലത്ത് തന്നെ പ്രാഥമിക ചികിത്സാ സേവനങ്ങൾ നൽകാനുള്ള സംവിധാനവും ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ വകുപ്പുകളുടെ യോജിച്ചൊരു പ്രവർത്തനം ആ രീതിയിൽ ഇവിടെ ഇപ്പോൾ ദൃശ്യമാണ്. അതിനിയും തുടരേണ്ടതുണ്ട്. കാര്യം ഈ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അവരുടെ വീടുകൾ, അവരുടെ ദേശം തന്നെ നഷ്ടപ്പെട്ടു പോയി. അവർക്ക് അവരുടെ പുനരധിവാസമെല്ലാം വലിയ സങ്കീർണവും ഉത്തരവാദിത്വമുള്ളൊരു ഒരു പ്രവർത്തനമായി ഭാവിയിൽ മാറും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് വിവിധ വകുപ്പുകൾക്ക്, സർക്കാർ സംവിധാനങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനായുള്ള അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു യോജിച്ച പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഈ ബെയിലി പാലത്തിന് ആവശ്യമായ സാമഗ്രികൾ താൽക്കാലികമായി തയ്യാറാക്കിയ മറ്റൊരു പാലത്തിലൂടെ സൈന്യം കൊണ്ടുപോവുകയാണ്. തീർച്ചയായും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. അനൂപ്, എനിക്ക് അവർ പട്ടാളക്കാർ, സൈനികർ നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നമുക്ക് വേണ്ടി അവർ കൈമെയ്മറന്ന് അധ്വാനിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അവർക്ക് സഹായത്തിനായി കൂട്ടുനിൽക്കുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ആ പുഴയ്ക്ക് കുറുകെ, അതായത് അനൂപ് പറഞ്ഞതുപോലെ ഇതിലേ ആയിരുന്നില്ല നേരത്തെ ആ പുഴ ഒഴുകിയിരുന്നത്, അതിൻ്റെ വഴി വേറെയായിരുന്നു. പക്ഷേ വലിയ തോതിൽ മണ്ണും ചെളിയും കല്ലും വന്നടിഞ്ഞ് ആ പുഴ നികന്നു പോയി. ആ പുഴ നികന്ന് അത് വഴിമാറി ഒഴുകി ദുരന്തമായി എത്തിയത് കുറേ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെയും വീടുകളുടെയും മുകളിലേക്കായിരുന്നു. അവർ ഉറങ്ങിയിരുന്ന കൂരയ്ക്ക് മുകളിലേക്കായിരുന്നു. മണ്ണും കല്ലും വന്നടിഞ്ഞ് അത് അവരുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് അവർ കടത്തിവിടുന്നില്ല. സ്വാഭാവികമായും സുരക്ഷാപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അക്കരെ ഭാഗത്തേക്ക് മാധ്യമപ്രവർത്തകരെ അവർ കടത്തിവിടുന്നില്ല. ഈ ബെയിലി പാലം പൂർണ്ണമായും അല്പസമയത്തിനകം തന്നെ പണി തീർക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് സൈനികർ. നോക്കൂ, എത്രമാത്രം കഷ്ടപ്പാടാണ്. എത്രയോ കിലോമീറ്റർ ഉയരത്തിലാണ് ആ മല നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പിന്നീട് തലച്ചുമടായി ഇത്രയും ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് അവർ പണിയെടുക്കുകയാണ്. അവർ പണിയെടുക്കുന്നത് നമ്മുടെ സഹോദരങ്ങളെ മണ്ണിനടിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടേക്ക് തെരച്ചിലിന് പോകാൻ വേണ്ടിയിട്ടാണ്. 3-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ സാധ്യമായ എല്ലാ രീതിയിലും സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന് വേണം നമുക്ക് പറഞ്ഞു വയ്ക്കാൻ. ഒരിടത്തും നമുക്ക് ഇതുപോലൊരു മാതൃക നേരത്തെ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് മാത്രമേ പറയുകയുള്ളൂ. കാരണം
അത്രമാത്രം വലിയൊരു ദുരന്തം നമ്മുടെ മുന്നിൽ സംഭവിച്ചിരിക്കുകയാണ്. ഉള്ളുപൊട്ടി ഭൂമി ഒഴുകിയെത്തിയപ്പോൾ വഴിമാറി ഒഴുകിയ പുഴ വീടുകളിലെ ഉള്ളിലേക്കും മനുഷ്യരുടെ ഇടയിലേക്കും കടന്നു വന്നപ്പോൾ ഒഴുക്കിക്കൊണ്ടുപോയത് നൂറുകണക്കിന് മനുഷ്യരെയാണ്. അത് ചാലിയാറിലൂടെ ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടതാണ്. മനുഷ്യ ശരീരങ്ങൾ ചാലിയാറിലൂടെ വരുന്നത് കണ്ടതാണ്. കണ്ണീർ പുഴയായി മാറുകയായിരുന്നു ഒരു നാട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ തുടക്കം. ആ പേരിൽ പോലും പുഞ്ചിരിയുള്ളൊരു നാട്, ആ നാടിപ്പോൾ ഒരു കണ്ണീർ കൂമ്പാരമായി കണ്ണീർ പുഴയായി മാറി ഒഴുകുന്ന ഒരു ദുരന്ത കാഴ്ച നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ നമുക്കതിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കാൻ കഴിയില്ല. ഈ മനുഷ്യരെയെല്ലാം ഇനി നമുക്ക് ജീവനോടെ കിട്ടിയവരെ തിരികെ മടക്കി കൊണ്ടുവരണം, അവരുടെ പോയ നാളുകളിലേക്ക് മടക്കി കൊണ്ടുവരണം. അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ നമുക്കാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് ആ മനുഷ്യരുടെ കൈപിടിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് നിർത്തി അവരുടെ ജീവിതത്തിന് തണലാകണം നമുക്ക്. അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ ഉറ്റവർ പോയി, ഞങ്ങളുടെ കൂടപ്പറപ്പുകൾ പോയി, ഞങ്ങളുടെ അയൽക്കാർ ബന്ധുക്കളെല്ലാം പോയി, ഞങ്ങൾക്കിനി ഞങ്ങൾ മാത്രമാണ് ബാക്കി, ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമാണ് ബാക്കിയുള്ളത്, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കണ്ണീരോടെ നമ്മളോട് പറയുമ്പോൾ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഉറ്റവരായി ഉടയവരായി നിങ്ങൾക്ക് എല്ലാം നൽകാനായി എന്ന് ഈ നാട് ഒരുമിച്ച് നിന്ന് പറയുന്നത് ഈ സങ്കടത്തിനിടയിലും ഒരു ആശ്വാസം നൽകുന്ന കാഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടി വരും.